ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ സുൻജയ്ക്ക് സത്യം അറിഞ്ഞു കാണും അവൻ ഫ്യൂച്ചറിൽ ഇവളെ രക്ഷിക്കാൻ പോകുന്ന കാരണം ഇവ മരിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അതൊക്കെ അറിഞ്ഞിട്ട് അവനും ഇംസോളിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാന്നറിഞ്ഞ് അവളെ കിസ് ചെയ്യുമ്പോഴാണ് അതേസമയം അവിടേക്ക് ഇംസോളിന്റെ അമ്മ ഇങ്ങനെ നടന്നു വരും. അപ്പോഴാണ് സുൻജയ് ഇങ്ങനെ ഇവളെ കിസ് ചെയ്യുന്നിട്ട് പെട്ടെന്ന് അമ്മയെ ശബ്ദം ഉണ്ടാക്കാതെ പോകാൻ നോക്കുമ്പോഴാണ് അവിടുത്തെ വാട്ടർ ബോട്ടിൽ ചവിട്ടിയതോടെ ആരോ വരുന്നുണ്ടെന്ന് ഇവരറിയും. അപ്പോഴാണ് അമ്മയും സുൻജയെ നോക്കിക്കൊണ്ട് അതിനുമ്പ് ഗേൾ ഫ്രണ്ടിനെയൊക്കെ സെറ്റാക്കിയ മോനെന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് ഷൈ ആയിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ അവർക്കറിയത്തില്ല കിസ് ചെയ്തത് ഇംസോൾ ആണെന്ന്. അതിനുശേഷം അമ്മയും നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് എന്തായാലും സുൻജ ഒരാളെ കിസ് ചെയ്യാണ്, അത് അവന്റെ വീട്ടിന്റെ ഫ്രണ്ട് വെച്ച് തന്നെ കിസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന് നാണക്കേട് ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും ഇംസോളിന്റെ അമ്മ അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടാണ് സുൻജ അവളെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോയി സംസാരിക്കും. ഇംസോൾ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ റോഡിന്റെ അവിടെ ഇരുന്ന് നിന്നെ കിസ് ചെയ്യുന്ന നിന്റെ അമ്മ കണ്ടുപോയി. ഇനിയിപ്പോ അവര് നാണമാനില്ലാതെ റോഡിൽ നിന്ന് ഇങ്ങനെ കിസ് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് മോശമായിട്ട് വിചാരിച്ചാലോ? എനിക്ക് അതോർത്ത് പേടിയാവുന്നു. ഞാൻ വേണേ നിന്നെ കിസ് ചെയ്തെന്ന് പറയട്ടെ. ഏതെങ്കിലും ഇവൻ അവളോട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും പുച്ചത്തി, എടാ നിനക്ക് ഇപ്പൊ ഇതാണോ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്? നിനക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നീ ഇതിനോർത്ത് വിഷമിക്കുന്നു എന്നതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, പിന്നല്ലാതെ എനിക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ തൊട്ടേ വിഷമിച്ചോണ്ടിരിക്കണം, അതൊക്കെ പോകാൻ പറ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവള് ഷോക്കായിട്ട്, എടാ നിനക്ക് ഈ കാര്യം സിമ്പിൾ ആയിട്ടാണെന്ന് തോന്നുന്നത്, ഞാൻ ഇതോർത്ത് എത്ര പേടിച്ചിട്ടുണ്ടെന്നറിയാം എന്നിന് ഇവളും ടെൻഷൻ ആവുന്നുണ്ട്. അവൻ അവളെ സമ്മാനപ്പെടുത്തും. ഇംസോൾ, ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും മരിക്കാൻ പോകുന്നില്ലല്ലോ, അത് ഫ്യൂച്ചറിലല്ല. അതുകൊണ്ട് ഫ്യൂച്ചർ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് നീ കാരണം എന്ന് വിചാരിച്ച് നീ ഒരിക്കലും വിഷമിക്കല്. കാരണം ഇതൊക്കെ എന്റെ തീരുമാനം. ഇനിയിപ്പോ നീ എന്നാ തിരിച്ച് ഫ്യൂച്ചറിലേക്ക് പോന്ന, നീ എത്ര ദിവസം ഇവിടെ കാണും എന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ആർക്കറിയാം, കറക്റ്റ് സമയം എനിക്കും അറിയത്തില്ല, പക്ഷെ ഇനി ഒരു മാസം ഞാൻ ഇവിടെ കാണുന്ന ഞാൻ വിചാരിക്കുന്നു എന്ന് ഇവള് പറയുമ്പോഴാണ് അവനും, ഒരു മാസമേ കാണത്തുള്ളൂ, നീ ഇവിടെ എന്റെ കൂടെ ഉണ്ടാകണമെന്ന ഞാൻ ആഗ്രഹിക്കും. എന്തായാലും കുഴപ്പമില്ല, ഫ്യൂച്ചറിൽ നമുക്ക് മീറ്റ് ചെയ്യാലോ, അതുവരെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്റെ ഫ്യൂച്ചറിന്റെ ഇംസോളിനെ കാണാൻ വേണ്ടി എന്നിട്ട് ഇവരുടെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം പാവം സുൻജയുടെ അച്ഛൻ വിദേശത്ത് പോകാത്ത കാര്യം എന്നറിയാതെ അവനോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കും. പാവം എന്റെ മോൻ 10 മണിക്കൂർ പ്ലെയിനിൽ തന്നെ യാത്ര ചെയ്യണം, അവൻ നല്ല ക്ഷീണമായിരിക്കും. എനിക്ക് 50 വയസ്സായിട്ടും എനിക്കിതുവരെ പ്ലെയിനിൽ പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പ്ലെയിനിലെ ഫുഡൊക്കെ നല്ലതാണെന്ന് നിനക്കൊല്ലം അറിയാം എന്നിന് അച്ഛൻ അവിടുത്തെ ഒരു കസ്റ്റമറിനോട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ടങ്ങേരും, അതിനുമ്പേ മകനോർത്ത് ഇത്രയും വിഷമിച്ചു തുടങ്ങിയ, അവൻ എന്തായാലും വളർന്ന കുട്ടിയല്ലേ, അതൊക്കെ അവൻ മാനേജ് ചെയ്തോളും. എന്നാലും അവൻ എനിക്ക് ഇപ്പോഴും ഒരു കൊച്ചു വെച്ച്, അവൻ അമ്മയില്ലാത്തോണ്ട് അവന് ഞാൻ കുറെ സ്നേഹം കൊടുത്താ വളർത്തിയ, അതുകൊണ്ട് അവനില്ലാത്തോണ്ട് അതിനുമ്പ് അവനോർത്ത് ഞാൻ വിഷമിക്കാൻ തുടങ്ങി എന്നിന് അച്ഛന് അവനോർത്ത് വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവിടെ ഇവനാണ് വീട്ടിൽ ഇരുന്നോണ്ട് ഇംസോളിനോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കും. സുൻജയ, നീ ഫ്യൂച്ചറിൽ വെച്ച് അവളെ കാണുമ്പോൾ സുന്ദരനായിരിക്കണം, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഫേസിനൊക്കെ കെയർ ചെയ്തോ എന്നിന് അവന് ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഹോട്ടലിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് അച്ഛന് ടയേർഡായി വീട്ടിലേക്ക് വരും. എന്റെ മോൻ വീട്ടില്ലാത്തോണ്ട് ഈ വീട് തന്നെ എംപ്റ്റി ആയതുപോലെ എനിക്ക് ഫീൽ ആവുന്നു എന്നിന് അച്ഛനും കുറച്ച് പേടിയോടെ അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് സുൻജയും അവന്റെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജർ എടുത്ത് കുത്തുമ്പോൾ പെട്ടെന്ന് കറണ്ടിന് എന്തോ പ്രശ്നം വന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആയി പോകും. ഇതോടെ അച്ഛനും മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് ഈ സമയത്ത് എങ്ങനെ കരണ്ടോ എന്ന് പറഞ്ഞ് രാത്രി സമയത്ത് പല്ലും തേച്ചോണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോഴാണ് അവിടെ നിന്നാലും നടന്നു വരുന്ന പോലെ അച്ഛനിങ്ങനെ ശബ്ദം കേൾക്കും. ഇതോടെ അച്ഛനും പേടിച്ചിട്ട്, ആരാടാ നീ എന്നിനാ സ്റ്റെപ്പിന്റെ അടുത്തേക്ക് നോക്കുമ്പോഴാണ് പെട്ടെന്ന് സുൻജയും അവന്റെ കയ്യിലുള്ള ടോർച്ച് ഓണാക്കും. അപ്പോഴാണ് ഇവൻ ഫേസ് മാസ്ക് ഇട്ടേക്കുന്നുണ്ട്. അച്ഛൻ ഇവനെ കണ്ട് പ്രേതമെന്ന് പറഞ്ഞ് മൊത്തത്തിൽ പേടിച്ചു പോകും. അതോടെ ഇവനും പേടിച്ച് അടുത്തേക്ക് വരും. അച്ഛാ, ഇത് ഞാനാ അച്ഛാ, നിങ്ങൾ എന്തിനാ എന്നെ കണ്ട് പേടിച്ചേ എന്നിന് അവന് വിളിച്ചു ഉണർത്തുമ്പോഴാണ് അച്ഛന് കണ്ണുറന്ന ഉടനെ വീണ്ടും ഇവനെ കണ്ട് മൊത്തത്തിൽ പേടിച്ചു പോകും. അപ്പോഴാണ് അവനും പേടിച്ചു പോയിട്ട്, അച്ഛാ ഇത് നിങ്ങളുടെ മകൻ സുൻജയ, എടാ മോനെ നീ ഈ സമയത്ത് പ്ലെയിനിലെ ഫുഡ് കഴിച്ചോണ്ടിരിക്കേണ്ടല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം എന്നിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട്, അച്ഛാ നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലേ, ഞാൻ പ്ലെയിനിലൊന്നും പോയില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇവന്റെ ഫേസ് മാസ്ക് കണ്ടിട്ട് അച്ഛനും ദേഷ്യത്തി, എന്തുവാണ് നിന്റെ ഫേസ് ഇട്ടേക്കുന്നത്, ഇതൊക്കെ ഇട്ടാന്നാണ് നീ മനുഷ്യരെ പേടിപ്പിക്കാൻ വരുന്നത്, നിന്റെ അച്ഛൻ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാന്, നിനക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി പറഞ്ഞു ചോദിച്ചാൽ നീ ഇവിടെ വന്നിരിക്കുന്നോളാ എന്നിന് അച്ഛൻ അവനിട്ട് അടിക്കുമ്പോഴാണ് ഇവൻ അച്ഛനെ സമാനപ്പെടുത്തും. അച്ഛാ ഞാൻ പറയുന്നത് കേക്ക്, എല്ലാരും ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചോണ്ടാ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ എനിക്കത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് സ്വിമ്മിങ് ഇഷ്ടമാണ്, പക്ഷെ ഇനി എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് സർജറിയുടെ ആവശ്യമൊന്നുമില്ല എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇവൻ പറഞ്ഞിട്ട് അച്ഛൻ അവനോട് ചോദിക്കും, സത്യത്തിൽ നിന്റെ തീരുമാനത്തിന് നിനക്ക് മാറ്റമൊന്നുമില്ലല്ലോ, എങ്കിൽ ഇപ്പൊ നീ ഫ്യൂച്ചർ എന്തോ ചെയ്യാൻ പോന്നെ, നിനക്ക് വേറെ വല്ലതും പ്ലാൻ ഉണ്ടോ എന്നിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവനും, എന്റെ പൊന്നച്ഛ എനിക്ക് 20 വയസ്സായതല്ലേ ഉള്ളു, ഇനി കുറച്ച് സമയം കൊടുത്താ ആർക്കറിയാം ഫ്യൂച്ചറിൽ ഞാൻ വല്ല ഫേമസ് ആയ സിംഗറായി വല്ല മാറിയാലോ, പിന്നെ ഫാൻസോടെ ഫാൻസ് ആയിരിക്കും എന്നിന് ഇവന് ഫ്യൂച്ചറിൽ സിംഗറാന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് ഗമയൊക്കെ ഇട്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അച്ഛനും പുച്ചത്തി, എടാ നാണില്ലാത്തവനെ, നിനക്ക് അതൊക്കെ എളുപ്പമായിട്ട് തോന്നോടാ, എടാ പിന്നെ എയർപോർട്ടിൽ നിന്റെ ലഗേജ് ഞാൻ വെച്ചിട്ട് പോയായിരുന്നല്ലേ, ആ നീ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു എന്നിന് അച്ഛനും ചോദിക്കുമ്പോഴാണ് ഇവൻ അതൊക്കെ മറന്നോയെന്ന് പറഞ്ഞിട്ട്, അച്ഛൻ എന്റെ ഫേസിനകത്ത് എന്തോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, ഞാൻ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് തരാം. എടാ പന്നി, നീ ലഗേജ് മറന്നു വെച്ചിട്ട് വന്നോടാ, ഞാൻ കഷ്ടപ്പെട്ട് നിനക്ക്
വേണ്ടി ഫുഡൊക്കെ അതിനകത്ത് ഉണ്ടാക്കി വെച്ചായിരുന്നു. എന്റെ ഫുഡ് പോയോ എന്നിന് അച്ഛൻ അവന്റെ പുറകെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇംസോളിന്റെ അമ്മ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇംസോൾ നടന്നു വരുന്നത്. അപ്പോഴാണ് ഇത് കണ്ട അമ്മയും ഇന്നലെ നിങ്ങളൊക്കെ അത് കാണണമായിരുന്നു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുഞ്ചയല്ലേ, അവ റോഡിന് നടുക്കിരുന്ന് ഏതോ ഒരു പെണ്ണിനെ കിസ് ചെയ്യുന്നു എന്നിന് അമ്മ പറഞ്ഞോടെ ഇവള് മൊത്തത്തിൽ ടെൻഷനായിരിക്കും. അപ്പോഴാണ് അമ്മമ്മയും എടി നിനക്ക് നാണമുണ്ട് അവൻ കിസ് ചെയ്യുന്ന അവിടെ നോയിക്കൊണ്ടിരിക്കാൻ, നിനക്ക് മര്യാദയ്ക്ക് വീട്ടിൽ കയറി വന്നോടെ എന്നിന് അമ്മമ്മ ചോദിക്കുമ്പോഴാണ് അമ്മയും എന്തോ അമ്മ പറയുന്നത്, അവൻ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വെച്ചാ കിസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ വിചാരിക്കുന്നു അവൻ കുറെ റൊമാൻറ്റിക് സിനിമയെ കണ്ട് ആ മൊത്തം ചീത്തായി പോയെന്ന, മറ്റേ പെങ്കൊച്ചി ഇവനെ പോലെ തന്നെയാന്ന് തോന്നുന്നു, എന്തുവായിരുന്നു രണ്ടുപേരും കൂടെ എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇംസോളും ദേഷ്യത്തി അമ്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവർ രണ്ടുപേരും, ഒരേശ അവർ ജസ്റ്റ് ലവേഴ്സ് ആയതുകൊണ്ട് കിസ് ചെയ്താണ്, അവർ കൊച്ചുലായിരുന്നല്ലോ എന്നിന് അവള് നാണം കെട്ട് പറയുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയ അമ്മമ്മ അവളെ സപ്പോർട്ട് ചെയ്യും. മോളെ ഇംസോൾ, ഈ പറയുന്ന നിന്റെ അമ്മയില്ലേ, നിന്റെ അച്ഛനെ സ്നേഹിച്ചപ്പോ എപ്പോഴും കിസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുവായിരുന്നു, അതൊക്കെ അവള് മറന്നു എന്നാ തോന്നുന്നത് എന്നിന് അമ്മമ്മയും കളിയാക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പെട്ടെന്ന് നാണം കെട്ടിട്ട് ഇവിടുന്ന് നാണം കെടുത്തി കളയാന്ന് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ അതിനുശേഷം അമ്മയും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ സുഞ്ചയുടെ അച്ഛനും പുറത്ത് ന്യൂസ് പേപ്പർ എടുക്കാൻ വേണ്ടി വന്നേക്കും. അപ്പോഴാണ് ഇത് കണ്ട അമ്മയും അത് പിന്നെ നിങ്ങളുടെ മകൻ ഒരു ഗേൾ ഫ്രണ്ട് കിട്ടിയെന്ന് തോന്നുന്നല്ലോ, ഇന്നലെ അവന്റെ ഗേൾ ഫ്രണ്ടായിട്ട് പുറത്ത് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് അച്ഛനും ഷോക്കായിട്ട് എന്തുവാ എന്റെ മോന് ഗേൾ ഫ്രണ്ടോ, നിങ്ങൾ എന്തോ പറയുന്നത് എന്നിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അമ്മയും ഓ അത് ഞാൻ എങ്ങനെയാ പറയുന്നത്, അവര് വീടിന്റെ ഫ്രണ്ട് വെച്ച് അങ്ങനെ ചെയ്തോണ്ടിരുന്നു, ഞാൻ വിചാരിച്ച് കുറെ റൊമാൻറ്റിക് സിനിമ കണ്ടോണ്ട് അവന്റെ കൺട്രോൾ പോയി കാണുമെന്ന് എന്നിന് അമ്മ പറയുമ്പോഴാണ് അച്ഛനും എന്തോ അവൻ ചെയ്തോണ്ടിരുന്നത് കുറച്ച് വ്യക്തമായിട്ട് പറ എന്നിന് അച്ഛൻ ചോദിക്കുമ്പോൾ അമ്മയും ശരിയായിട്ട് ഓ അതൊന്നും പറയാൻ പറ്റത്തില്ല, അവരെന്തായാലും അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ അവിടെ നിന്ന് പോയി എന്നിന് അമ്മയും പറഞ്ഞിട്ട് പോയതോടെ ഇത് കേട്ട് അച്ഛനും ദേഷ്യത്തി എന്തു പറയാനും വ്യക്തമായിട്ട് പറ, അവൻ അവിടെ നിന്ന് എന്തോ ചെയ്ത എന്നിന് അച്ഛനും ദേഷ്യത്തി അകത്തേക്ക് കയറി ചെന്നിട്ട് സുഞ്ചയെ തടയും. എടാ നീ വിദേശത്ത് പോകണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം വേറെ ഏതെങ്കിലും പെങ്കൊച്ചൊന്നല്ലല്ലോ എന്നിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവനും ഓ അച്ഛൻ എന്തോ പറയുന്നത്, ഞാൻ അങ്ങനത്തെ കുട്ടിയല്ല ആണോ, ഞാനെങ്കിൽ പിന്നെ പുറത്തേക്ക് പോവാ ബായ് എന്നിന് അവന് അച്ഛൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് മുങ്ങും. അപ്പനാണ് ഇവൻ പറഞ്ഞിട്ട് അച്ഛനെ വിശ്വസിച്ചിട്ട് ആ പെണ്ണും പിള്ള അവിടെ നിന്ന് എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്, എന്റെ മകനെ കുറിച്ച് എനിക്കറിയാം, അവന്റെ മനസ്സ് ശുദ്ധമായ മനസ്സാ, സ്വിമ്മിങ് മാത്രമേ അവന് താല്പര്യമുള്ളൂ എന്നിന് അച്ഛന് മകനെ കുറിച്ച് അറിയാതെ അവനെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പനാണ് ഇവിടെ സുഞ്ച ഇംസോളിന്റെ കൂടെ കയ്യും കോർത്തോണ്ട് കോളേജിലേക്ക് സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പനാണ് കോളേജ് എത്തിയതോടെ ഇംസോളും പേടിച്ച് കൈയെടുത്തിട്ട് ഇനിയും കയ്യും പിടിച്ചോണ്ടിരുന്ന ഇവർ കപ്പിൾസ് ആയ കാര്യം എല്ലാവരും അറിയുന്ന അവള് കുറച്ച് ടെൻഷനായിട്ട് അറിയും. അപ്പനാണ് ഇത് കേട്ടവനും അപ്പോ നമ്മൾ കപ്പിൾസ് ആയ കാര്യം ആരും അറിയണ്ടെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും സുഞ്ചയ ഞാനങ്ങനെ പറയാൻ കാരണം ഞാൻ ഇവിടെ നിന്ന് ഫ്യൂച്ചറിൽ പോയതിനു ശേഷം പിന്നെ ഇവിടത്തെ ഇംസോളിനെ നിനക്ക് പരിചയം പോലും കാണത്തില്ല, അതുകൊണ്ട് അത് മൊത്തത്തിൽ ഒരു വലിയ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് ആരും അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നിന് ഇവൾ അറിയുമ്പോഴാണ് അവനും ഇംസോൾ നീ ഇവിടെ ഉള്ളത് വരെ നീ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, നീ ഇവിടെ നിന്ന് പോയതിനു ശേഷം ആ പ്രശ്നമൊക്കെ ഞാൻ നോക്കിക്കോളാം, അതുവരെ നമ്മുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കണം, ഇനിയിപ്പോ നിന്റെ ആഗ്രഹം ആരും അറിയണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല എന്നിന് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതെല്ലാം ഇംസോളിന്റെ കൂട്ടുകാരെയും കേൾക്കും. ഇംസോൾ കിട്ടിയടി നിന്നെ, ആരും അറിയാതെ നിങ്ങൾ സീക്രട്ട് ആയിട്ട് ഡേറ്റ് ചെയ്യാൻ നോക്കുന്നോ, നീ അല്ലേടി പറഞ്ഞ നിനക്ക് ഒരു വൈൻ ഇഷ്ടമല്ലെന്ന് എന്നിന് അവൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം സുഞ്ചയുടെ കൂട്ടുകാരന്മാരും അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതിലൊരുത്തനും ഇംസോളിന്റെ കൂട്ടുകാർ ഇഷ്ടപ്പെടും. അതിനുശേഷം ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് കൂട്ടുകാരിയും സുഞ്ചയെ വാൺ ചെയ്തോണ്ടിരിക്കും. എടാ നീ ഇംസോളിനെ കരയിപ്പിച്ച പിന്നെ ഞാൻ വെറുതെ നോക്കിയിരിക്കുന്നു നീ ഒന്ന് വിചാരിക്കല്, അവൾക്ക് സപ്പോർട്ടിന് ഞാനുണ്ട്, നിന്നെ അടിച്ച് ഞാൻ ഷേപ്പാക്കും എന്നിന് ഇവളും പറയുമ്പോഴാണ് പെട്ടെന്ന് സുഞ്ചയുടെ ഫോണിലേക്ക് അവന്റെ കൂട്ടുകാരനെ മെസ്സേജ് അയക്കും, അവൻ ഇംസോളിന്റെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഈ കാര്യം സുഞ്ച അവളോട് അറിയുമ്പം അവളും പെട്ടെന്ന് അവനോട് പറയും ഓക്കെ എന്റെ നമ്പർ ഇംസോളിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോ, ആ പയ്യനെ മറക്കാതെ കൊടുത്തേക്കണം, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, എനിക്കൊരു പയ്യനെ സെറ്റ് ആയെന്നാ തോന്നുന്നു എന്നിന് അവള് സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കേട്ട് ഇവരുടെ കൂടെ ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സുഞ്ച ഇവിടെ നിന്ന് പോകാത്തണ്ട് അവളും ചോദിക്കും എടാ നീ എന്താണ് ഇവിടെ നിന്ന് പോകാത്ത, നിനക്ക് ക്ലാസ് ഇല്ലേ എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും എനിക്ക് ക്ലാസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇന്ന് ഫുള്ള് നിന്റെ കൂടെ ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ എന്നിന് അവനും പറയുമ്പോഴാണ് അവള് ഷൈയായിട്ട് ക്ലാസ്സില്ലാതെ എനിക്ക് വേണ്ടി മാത്രമാണ് വന്നതെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിരിക്കും. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സുഞ്ചയും ചുമ്മാ ഇരിക്കാതെ അവൾ ഇടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് ഇവരും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് കൂട്ടുകാരനും സുഞ്ചയെ ഫോൺ വിളിച്ച് ദേഷ്യപ്പെടും. എടാ നീ വിദേശത്ത് പോയില്ലായിരുന്നോളാ, നിന്റെ അച്ഛൻ പാവം നിന്നോർത്ത് വിഷമിച്ചിട്ട് എന്നോട് ഈ കാര്യമൊക്കെ പറയുന്നു, എങ്കിൽ പിന്നെ നീ പോകുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, നമുക്ക് ഒരുമിച്ച് ആ കോമ്പറ്റീഷന് പങ്കെടുത്തേനെ എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സുഞ്ചയും ഓ അതൊന്നും കുഴപ്പമില്ല, ഞാനില്ല നീ പാസ്സായല്ലേ അത് മതി എന്നിന് ഇവൻ പറയുമ്പോഴാണ് ഇവന്മാരുടെ ഫൈനൽ കോമ്പറ്റീഷന് വേണ്ടി അവന്റെ കൂട്ടുകാരന്മാരെ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും അവൻ ഓഡിഷന് സമയം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ഇംസോൾ ഷോക്കായിട്ട് സുഞ്ചയ അപ്പൊ നീ ഇല്ലാതെ അവന്മാരെ കോമ്പറ്റീഷന് ജയിച്ചോ, അപ്പൊ ഇനി ഫ്യൂച്ചർ നീ സിംഗർ ആവത്തില്ല എന്നിന് അവള് മൊത്തത്തിൽ വിഷമിച്ചിട്ട് സൈഡിലേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൻ അവളെ സമ്മാനപ്പെടുത്തും. ഇംസോൾ എന്തോ പറ്റി, ഞാൻ അവരോട് പങ്കെടുക്കാത്തോണ്ട് ഫ്യൂച്ചറിൽ ഫേമസ് ആയ സിംഗർ ആയിട്ട് മാറത്തില്ലെന്നാണോ നീ വിഷമിക്കുന്നത് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും
സുൻജയ, നീ അവരോട് കോമ്പറ്റീഷന് പങ്കെടുക്കണമായിരുന്നു. കാരണം ഞാൻ ആദ്യം വിചാരിച്ച് നിനക്ക് മോശമായിട്ട് കമന്റ് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. പക്ഷെ പിന്നെ മനസ്സിലായ ഞാൻ കാരണം നിനക്ക് ഫ്യൂച്ചർ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതെന്ന്. ഞാൻ വെറുതെ നിന്നെ ഒരു സിംഗർ ആവുന്നതിരുന്ന് തടഞ്ഞ്. എന്നിന് അവള് സങ്കടപ്പെടുമ്പോഴാണ് അവനും ഇംസോൾ ഫ്യൂച്ചറി അപ്പൊ ഞാൻ സിംഗർ അല്ലെങ്കിൽ നീ അതോർത്ത് വിഷമിക്കുവോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഫ്യൂച്ചറിൽ നീ സന്തോഷത്തോടെ ഉണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ മതി, അല്ലാതെ നീ ഒരു ഫേമസ് ആയ സിംഗർ ആയിട്ട് മാറണമെന്നൊന്നും എനിക്കൊന്നും ആഗ്രഹമില്ല എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനെ സന്തോഷപ്പെട്ടിട്ട് എങ്കിൽ പിന്നെ ഫ്യൂച്ചർ എനിക്ക് ജോലി ഇല്ലെങ്കിലും അപ്പോഴും നീ സന്തോഷത്തോടെ തന്നെ നോക്കൂ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും പിന്നല്ലാതെ നിനക്ക് ജോലി ഇല്ലെങ്കിൽ പോലും ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നിന് അവള് പറയുമ്പോഴാണ് അവൻ ഇപ്പോഴാ സമാധാനമായെന്ന് പറഞ്ഞ് ഇവരുടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇതുവരെ ഈ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. These beautiful things